ഹലോ ഫ്രണ്ട്സ്, യമ്മി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. സദ്യ ഒരുക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാണ് പ്രഥമൻ. അപ്പോൾ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമൻ തയ്യാറാക്കുക എന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് വേണ്ടത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ 3 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് പഴുത്ത് തന്നെ എടുക്കുക. നന്നായി പാകാവാത്ത പഴം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിച്ചത്ര ടേസ്റ്റ് നമ്മളെ പ്രഥമന് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് പാകമായിട്ടുള്ള പഴം തന്നെ എടുക്കുക. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുക്കാനും നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ സ്റ്റീമറിൽ വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടാണോ എങ്ങനെ വേണേലും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര വേണം. അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് 2 വലിയ തേങ്ങ, നല്ല വലിയ തേങ്ങ തന്നെ എടുത്തിട്ടുള്ളത്. അത് 2 എണ്ണം നന്നായിട്ട് ചിരകിയിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ 1.5 കപ്പ് 1-ാം പാലും 4 കപ്പ് 2-ാം പാലുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പുഴുങ്ങിയെടുത്ത പഴം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇപ്പോൾ ശർക്കരയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് അരിച്ചെടുക്കാം. അതിൽ ചെറിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോളും. ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങിയിട്ട് ഉടച്ചു വെച്ച പഴം ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിൻ്റെ ഒരു കറയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യിൽ കുറച്ച് സമയം ഒന്ന് കൈവിടാതെ ഒന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കുക. നെയ്യിൽ നേന്ത്രപ്പഴം ഇങ്ങനെ വാട്ടിയെടുക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും. അപ്പൊ നമുക്കിതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം 3/4 ഭാഗത്തോളം ഒഴിച്ചു. എന്നിട്ട് ബാക്കി ബാലൻസ് ഉള്ളതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ശർക്കരയും പിന്നെ പഴവും കൂടെ നന്നായിട്ട് മിക്സായിട്ട് കുറച്ച് സമയം ഒന്ന് ഇരിക്കട്ടെ. ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് കുറുകി വരട്ടെ. നേന്ത്രപ്പഴത്തിലേക്ക് ശർക്കര കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും അതിൻ്റെ കുറച്ച് ഡാർക്ക് കളറായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. ചിലർക്ക് നന്നായിട്ട് മധുരം ആവശ്യം ഉണ്ടാവും, ചിലർക്ക് അത്ര വേണ്ടി വരില്ല. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ 2-ാം പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 ഏലക്ക ഒന്ന് കുത്തിയെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചുക്കുപൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ചുക്കുപൊടി ചേർത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് കുറുകി വരണം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് നന്നായിട്ട് തിളച്ച് അങ്ങ് തിക്കായിട്ട് വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ തിരക്ക് പിടിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ തിക്കായിട്ട് വരണം. ഇനി ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കുക. 1-ാം പാല് 1.5 കപ്പാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. 1.5 കപ്പ് 1-ാം പാല് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഒരുപാട് തിളച്ച് പോകാനൊന്നും പാടില്ല. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതൊന്ന് ഇരിക്കുമ്പോഴേക്കും ഇത് ഒന്നുകൂടെ ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വറവിടണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ 4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർക്കേണ്ടത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒന്ന് 3/4 ഭാഗത്തോളം മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരും. ആ സമയത്ത് കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നമ്മുടെ പ്രഥമനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാക്കൊത്ത് റെഡിയാക്കി എടുക്കുമ്പോൾ അത് നേരിയതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. എങ്കിലേ നമ്മൾ പ്രഥമൻ കുടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ കടിക്കുമ്പോൾ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മൂത്ത് കിട്ടണമെങ്കിൽ നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം.
ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. പ്രഥമൻ റെഡിയാക്കിയിട്ട് കുറച്ച് സമയം വെച്ചിട്ട് കുടിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് നേരിയ ഒരു ചൂട് മാത്രമേ ഇതിനുള്ളൂ. അപ്പോഴേക്കും നല്ല തിക്കായി കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ തേങ്ങാക്കൊത്തിൻ്റെ കാഷ്നട്ടിൻ്റെ ഒക്കെ ഫ്ലേവർ എല്ലാ ഭാഗത്തും എത്തും ചെയ്യും. പ്രഥമൻ നന്നായിട്ട് ചൂടോടുകൂടെ കുടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അല്ലേ? അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ നല്ല ചൂടാറിയിട്ട് നേരിയൊരു ചൂടോടുകൂടെ കുടിക്കാനാണ് ഇഷ്ടം. അപ്പം നിങ്ങൾ എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കുക. അപ്പം ഈ ഓണത്തിന് എല്ലാവരും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പഴം പ്രഥമൻ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്രഥമൻ നല്ല ടേസ്റ്റാണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. ബൈ.